Hello. Welcome to Market Discussion of the Day. Today, November 28th, 2025. ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്, മന്ത് ആണ്. സോ വീക്കെൻഡും മന്തും ഒരുമിച്ച് വരുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടിട്ട് തന്നെ ഉറപ്പായിട്ടും ഇന്നത്തെ ദിവസം നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ്സ് പ്രതീക്ഷിച്ച് പോകാൻ പറ്റുന്ന ഒരു ദിവസമാണ്. സോ അതാണ് നമ്മൾ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യവും. അതുകൊണ്ടിട്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഇന്ന് നമുക്ക് ഫണ്ടമെന്റലി പ്രത്യേകിച്ച് വലിയ ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ്. ഓക്കെ, സോ നമ്മൾ കലണ്ടർ ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് ന്യൂസ് ഒന്നുമില്ല. നമുക്ക് ടെക്നിക്കൽ റേഞ്ചസ് നോക്കി ട്രേഡ് ചെയ്ത് പോകാനും പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത. ഓക്കെ, സോ ഓൾറെഡി നമുക്ക് വേറെ ന്യൂസുകളൊന്നും, ഇന്നലെ വന്ന ന്യൂസുകളൊന്നും വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ താങ്ക്സ് ഗിവിംഗ് ഡേ ആണ് US നിന്ന് വരുന്ന ന്യൂസ്. അതുകൊണ്ടിട്ട് തന്നെ US മാർക്കറ്റ് അവധിയായിരുന്നു. സോ അതുകൊണ്ടിട്ട് തന്നെ മാർക്കറ്റിൽ സ്ലോ മൂവ്മെൻ്റ് ആയിരുന്നു ഇന്നലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഈ പ്രത്യേകിച്ച് US സെഷന് ശേഷം വളരെ ചെറിയ സ്ലോ മൂവ്മെൻ്റ് ആണ് ഇന്നലെ നടന്നിട്ടുണ്ടായത് അല്ലേ. സോ ഇന്നും നമുക്ക് കംപ്ലീറ്റ്ലി നമുക്കൊരു ടെക്നിക്കൽ ഡേ ആയിട്ട് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. പക്ഷേ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. കാരണം വീക്കെൻഡും മന്തും ഒരുമിച്ച് വരുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പക്ഷെ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ അടുത്ത ആഴ്ച വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസംബർ 1 തീയതി ഈ വർഷത്തെ ലാസ്റ്റ് മന്തിൻ്റെ ഫസ്റ്റ് ദിവസമാണ് അല്ലേ. സോ നമുക്ക് നാളെ തിങ്കളാഴ്ച മോർണിംഗ് സെഷനിലൊക്കെ അല്ലെങ്കിൽ US സെഷനിലൊക്കെ ഒരു വലിയൊരു വോളറ്റാലിറ്റി മോർണിംഗ് സെഷനിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ അതുകൊണ്ടിട്ട് രാവിലെ തന്നെ മാർക്കറ്റിലോട്ട് ചാടി ഇറങ്ങാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം വലിയ വോളറ്റാലിറ്റി ഉണ്ടാവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൊരു ദിവസമാണ് തിങ്കളാഴ്ച എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. തിങ്കളാഴ്ച നമുക്ക് വേറെ വലിയ ഫണ്ടമെന്റൽസ് ഒന്നുമില്ല. ISM മാനുഫാക്ചറിങ് PMIയുടെ ന്യൂസ് വരുന്നുണ്ട്. സോ അതിനുശേഷം നമുക്ക് ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ചും വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. അത് ചൊവ്വാഴ്ചയാണ് ഫെഡ് ചെയർ പവലിൻ്റെ സ്പീച്ച് വരുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണുകയും ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. ബാക്കിയുള്ള ന്യൂസിനെ പറ്റിയും ബാക്കിയുള്ള ഫണ്ടമെന്റൽസിനെ കുറിച്ചും നമ്മൾ തിങ്കളാഴ്ച പറഞ്ഞു പോകാം. തിങ്കളാഴ്ച വലിയൊരു വോളറ്റാലിറ്റി ഉണ്ടാകാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ദിവസം വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫണ്ടമെന്റൽ എന്താ വെച്ചാൽ CME ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് വൺ ഓഫ് ദ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സ് അവരൊരു ടെക്നിക്കൽ ഗ്ലിച്ച് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ CMC ഗ്രൂപ്പ് ഫേസസ് ഡേറ്റ സെൻറ്റർ റിലേറ്റഡ് ഔട്ടേജ് FX കമോഡിറ്റി പ്രൈസ് അപ്ഡേറ്റ് സ്റ്റോപ്സ്. അതുമൂലം കമോഡിറ്റീസിലെ പ്രൈസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പല ബ്രോക്കേഴ്സിൽ ട്രേഡ് ചെയ്യുന്നുണ്ടാവും. അതിൽ പല ബ്രോക്കേഴ്സിലും ഇതേപോലത്തുള്ള ഒരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഗോൾഡിൻ്റെ കൗണ്ടറിലായിരിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, നമ്മളെല്ലാം ട്രേഡ് ചെയ്യുന്ന ഗോൾഡാണല്ലോ XAI USD. അതിൽ അപ്ഡേറ്റ് ചെയ്യാതെ അനങ്ങാതെ നിൽക്കുന്ന ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണാനും സാധിക്കുമായിരിക്കും അല്ലേ. സോ ദ ഡെറിവേറ്റീവ്സ് വെൻ യു ഓപ്പറേറ്റ് സെഡ് ദാറ്റ് ദ ഔട്ടേജ് ഇസ് ഹാപ്പനിങ് ഡ്യൂ ടു കൂളിംഗ് ഇഷ്യൂ ഇൻ Cyrus 1 data center. Okay, and price were not updated in the EBS foreign exchange platform. So എന്നതാണ് ന്യൂസ്. സോ ബേസിക്കലി പ്രൈസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല ഈ CMS ഗ്രൂപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു ഗ്ലിച്ച് കാരണം. സോ ബേസിക്കലി ഇത് നിങ്ങളുടെ ആരുടെയും ബ്രോക്കേഴ്സിൻ്റെ പ്രശ്നമല്ല. ഓക്കെ, സോ പല ബ്രോക്കേഴ്സിനും ഇതേപോലത്തുള്ള ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. കുറച്ച് ബ്രോക്കേഴ്സിന് അത് ഫേസ് ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ബ്രോക്കേഴ്സിൻ്റെ പ്രശ്നമല്ല, ആക്ച്വലി ഈ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സിൻ്റെ പ്രശ്നമാണ്. ഓക്കെ, സോ നമ്മളൊരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ബ്രോക്കർ ഒരു മീഡിയേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആ ബ്രോക്കർ എന്ത് ചെയ്യും, ഡയറക്ട്ലി ആ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സിന് ആ പൊസിഷൻ അയച്ചു കൊടുക്കുകയും അവിടെ നിന്നാണ് ഈ പൊസിഷൻസ് എക്സിക്യൂട്ട് ആവുന്നത്. ഓക്കെ, സോ ഈ ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സിൻ്റെ പ്രശ്നമായതുകൊണ്ടിട്ടാണ് ഈ പറയുന്ന പല ബ്രോക്കേഴ്സിലും കമോഡിറ്റീസിനകത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഗോൾഡിൻ്റെ കൗണ്ടർ അനങ്ങാതെ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. അതിന് മുന്നേ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ട് 2 ബാച്ചിലായിട്ടാണ് ഈ ഒരു ക്ലാസ് നടക്കുന്നത്. ഈ ഒരു സമയത്ത് 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ്. ഈ ഒരു സമയത്ത് ഫ്രീ ആയിട്ടുള്ള ആൾക്കാർ മാത്രം കോൺടാക്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമ്മളുടെ അതിന് മുന്നേ ആയിട്ട് വളരെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഞാൻ ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ഒരു ബേസിക് ക്ലാസ്
ഓക്കെ, അതായത് ഒരു 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 എന്താ ഇൻട്രൊഡക്ഷൻ ടു ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ബേസിക് ഫോറക്സ് ട്രേഡിംഗ് കോഴ്സ് ഒരു 7 വീഡിയോ ആയിട്ട് ഞാൻ ഇടാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ അത് മിക്കവാറും നാളെ തന്നെ അത് ചെയ്യാൻ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നിങ്ങൾ കണ്ട് എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം. ഞാൻ അതിന് മുന്നേ ആയിട്ട് ഉറപ്പായിട്ടും ഞാൻ അത് ചെയ്തതിന് ശേഷം ഉറപ്പായിട്ടും നിങ്ങൾക്കായിരിക്കും അയച്ചു തരുന്നത്. പ്രത്യേകിച്ച് എൻ്റെ എന്താ പറയുക എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്, എൻ്റെ കൂടെ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ഉള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഉറപ്പായിട്ടും എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇടുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക, കണ്ട് സപ്പോർട്ട് ചെയ്ത് കൂടുതൽ ആൾക്കാരിലോട്ട് ഈ ഒരു വീഡിയോ എത്തിക്കണം എന്നുള്ളതിൻ്റെ ഒരു റിക്വസ്റ്റ് മാത്രമാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPY പോകാം. JPY 156.262 നിൽക്കുന്നു. സോ 156 അവിടെ നിന്നുള്ളൊരു ബൈ ആണ് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുള്ളത്. 156.10 വരെ മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെയും. അതിൻ്റെ മെനഞ്ഞാന്ന് 156 പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കും ഇപ്പോഴും ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോകാം, കാരണം അപ് ട്രെൻഡാണ്. ഓക്കെ, സോ 156 ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ 155.40 താഴെയാണ് സ്റ്റോപ്പ് ലോസ് ഇടണം എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ അത് അതേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. 156 അവിടെ ബൈ, 155.40 അവിടെ അതിൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ്. ടേക്ക് പ്രോഫിറ്റ് നിങ്ങൾക്ക് 1:1.5 റേഷ്യോയിൽ എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 157 അവിടെ ഉറപ്പായിട്ടും ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. അവിടെ നമുക്ക് പാർഷ്യലി സ്റ്റോപ്പ് ലോസ് ടേക്ക് പ്രോഫിറ്റ് എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ കമ്മിങ് ടു യൂറോ ഒന്നുകൂടെ താഴോട്ട് വന്നിട്ടുണ്ട്. 1.1596 നിൽക്കുന്നു. 1.1600 മുകളിലായിട്ട് ഇന്നലെ അവസാനിക്കുകയും ഇന്ന് രാവിലെ നമുക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളത്, ഇല്ലെങ്കിൽ എടുക്കരുത് എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ ഇന്നലെ 1.1500 അവിടെ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. നമുക്ക് ഏറ്റവും ബെറ്റർ ഓപ്പർച്യൂണിറ്റി 1.1500 ആണ്. വേണമെങ്കിൽ 1.1540 നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി എടുത്ത് പോവുകയും ചെയ്യാം. പക്ഷേ ഉള്ള ഒരേ ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ യൂറോയിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം, കാരണം റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ചിടത്തോളം അതിന് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് USA അത് പ്രത്യേകിച്ച് ഇപ്പം എന്താ പറയുക, റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ ഉക്രൈൻ പ്രസിഡന്റ് പറയുന്നത് പോലുള്ള കാര്യം, സെലൻസ്കി പറയുന്നത് പോലത്തുള്ള ഡേറ്റയെ കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് യൂറോനെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യും. ഓക്കെ, സോ യൂറോയുടെ മേജർ സപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറേ കാലമായിട്ട് 1.1500 സപ്പോർട്ട് ചെയ്യുന്നു, മുകളിലോട്ട് പോകുന്നു, താഴോട്ട് വരുന്നു, അല്ലേ? ഇതാണ് യൂറോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ 1.1500 അവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ ഉറപ്പായിട്ടും 1.1100 വരെയൊക്കെ മാർക്കറ്റ് എത്താനായിട്ടുള്ള പോസിബിലിറ്റി യൂറോയിൽ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടിട്ട് ഒരു കാരണവശാലും 1.1500 കിട്ടിയാലും ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ പോകാതിരിക്കുക. സോ എൻ്റെ റെക്കമെൻഡേഷൻ ഇന്നത്തെ ദിവസവും കൂടെ മാറി നിന്ന് നമുക്ക് തിങ്കളാഴ്ച സ്വസ്ഥമായിട്ട് യൂറോയിൽ ട്രേഡ് ചെയ്യണം എന്നുള്ളതാണ്. 1.1500 എടുക്കുന്ന ആൾക്കാർക്ക് 1.1440 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ച് പോകണം എന്നുള്ളത് നിർബന്ധമായിട്ട് പാലിച്ച് പോവുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഓക്കെ, നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പോൾ 1.32062 നിൽക്കുന്നു. സോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.3200 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവിടുന്ന് ബൈ ചെയ്ത് പോവുക എന്നുള്ളതാണ്. GBP നമുക്ക് ഒരിക്കലും ഡൗൺ ട്രെൻഡ് അല്ല, അപ്പ് ട്രെൻഡ് തന്നെയാണ്. സോ അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് നമുക്ക് വെയിറ്റ് ചെയ്ത് അടുത്ത മേജർ റെസിസ്റ്റൻസ് 1.3400 സോ അവിടെ വരെ ഒക്കെ വേണമെങ്കിൽ നമുക്ക് പൊസിഷൻ ഹോൾഡ് ചെയ്യാം. ഇല്ലാത്ത പക്ഷം നമുക്ക് 1.3300 അവിടെ പ്രോഫിറ്റ് എടുത്ത് മാറുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നമ്മളുടെ GBPയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇന്ന് നമുക്ക് ഈ ആഴ്ച നല്ലൊരു അപ് ട്രെൻഡ് GBPയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ എങ്ങാനും 1.3100 കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് പ്രോപ്പറായിട്ടുള്ളൊരു ബൈ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ കഴിഞ്ഞ ആഴ്ച നമ്മൾ 1.3100 നിന്നും 1.3030 നിന്നും ഒക്കെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ മിനിമം ഒരു 200 പിപ്പിൻ്റെയൊക്കെ പ്രോഫിറ്റ് ആഘോഷിച്ചിട്ടുണ്ട്, അല്ലേ? സോ അത് അതേപോലെ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഓൾറെഡി കിട്ടി. GBPയിലും യൂറോയിലും ഈ ആഴ്ചത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ ഇന്ന് നമുക്ക് ഈ മന്ത് ദിവസം അല്ലെങ്കിൽ വീക്കെൻഡ് ദിവസം ട്രേഡ് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു എന്താ പറയുക റെക്കമെൻഡേഷൻ ഇല്ല. പക്ഷെ വേണം എന്നുള്ള ആൾക്കാർക്ക് ചെയ്യാം.
എങ്ങാനും താഴെ വീണ് കിട്ടിയാൽ, ഇപ്പോൾ യൂറോ സംബന്ധിച്ചിടത്തോളം 1.1500 കിട്ടിയാൽ ബൈ ചെയ്യാം. GBP സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രൈസിനെ കാട്ടിലും ബെറ്റർ 1.3100 റേഞ്ചിലൊക്കെ കിട്ടിയാൽ അവിടെ നിന്ന് ബൈ ചെയ്യാം. ഓക്കെ, സോ അതാണ് എനിക്ക് നിങ്ങളടുത്ത് GBPയിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമ്മൾ ഗോൾഡിൽ പോവുകയാണെങ്കിൽ ഗോൾഡിൻ്റെ കൗണ്ടർ ഈ ഒരു ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിലും ഇതേപോലെ ഒരു ചെറിയൊരു ടെക്നിക്കൽ ഗ്ലിച്ച് ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CME ലിക്വിഡിറ്റി പ്രൊവൈഡേഴ്സിൻ്റെ പ്രശ്നമാണ്. അവിടുന്ന് ഒരു ഗ്ലിച്ച് ഫേസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സോ പക്ഷേ ഗോൾഡിൻ്റെ കൗണ്ടറിൽ 4164 നിൽക്കുന്നു ഇപ്പോൾ ഗോൾഡ്. ഓക്കെ, ഒരു ഗോൾഡിൻ്റെ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു എന്താ പറയുക, ഒരു ക്യാൻഡിൽ പോലും നമുക്ക് 4000 ഇപ്പോൾ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 4173 ഇപ്പോൾ പ്രൈസ്, ഇപ്പോൾ കറണ്ട് പ്രൈസ് റണ്ണിങ് ആയിട്ടുള്ളത്. ഓക്കെ, സോ ഒരു ക്യാൻഡിൽ പോലും 4160 താഴെയായിട്ട് ബോഡി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഗോൾഡിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, സോ ഈ ഒരു അഡ്വാൻറ്റേജ് കിടക്കെ നമുക്ക് എന്താ പറയുക, ഗോൾഡിൽ അപ് ട്രെൻഡ് തന്നെയാണ്. 4160 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ബൈ ആണ്. കാരണം നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് 4160 ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി 4160 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ചെറിയ ലോട്ട് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് അതിന് മുന്നേ ആയിട്ട് പോയതിൻ്റെ താഴെയായിട്ട് 4146 വരെയാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. സോ മിനിമം ഒരു $25 സ്റ്റോപ്പ് ലോസ് എങ്കിലും വെച്ച് 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോയാൽ കുഴപ്പമില്ലാത്ത കാര്യമാണ്. വളരെ ചെറിയ ലോട്ട് സൈസ് മാത്രം എടുക്കുക. കാരണം ഗോൾഡ് ഈ ആഴ്ച നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. സോ നമ്മൾ ഗോൾഡിൻ്റെ കൗണ്ടർ നോക്കുകയാണെങ്കിൽ ഈ 21 24 തൊട്ട് 4040 നിന്ന് 4200 വരെ, അതായത് 1500 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് ഈ ആഴ്ച നടത്തി. സോ ഈ 1500 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് നടത്തിയതിൻ്റെ ടേക്ക് പ്രോഫിറ്റ് പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി വേണം ഗോൾഡിൽ ബൈ എൻട്രി എടുക്കാനായിട്ട്. അതുകൊണ്ടിട്ട് തന്നെ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ റെക്കമെൻഡേഷൻ എടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. 4130 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം മനസ്സിൽ വെക്കുക, 4160 പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ അങ്ങനെ ബൈ ചെയ്ത് പോവുകയും ചെയ്യാമെന്ന്. ഓക്കെ, പക്ഷേ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക എന്നുള്ളത്. കാരണം ഇന്നൊരു റിസ്കി ഡേ ആണ്. ഓക്കെ, മന്ത് എൻഡ്, വീക്കെൻഡ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ ബേസിക്കലി ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ എന്തായാലും നമുക്ക് നമ്മളുടെ ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സ് എൻ്റെ വീഡിയോ നാളെ ഞാൻ എന്താ പറയുക നമ്മുടെ യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു വീക്കെൻഡോട് കൂടി ഞാൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും കാണണം, കണ്ടിട്ട് അഭിപ്രായവും പറയണം. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ട് ആ ഒരു വീഡിയോ എത്തിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ തിങ്കളാഴ്ച കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.